ഹായ് ഹലോ ഇറ്റ്സ് മീ റൈസ റിയാസ്. ഇന്ന് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒന്ന് പുറത്ത് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡി ആയിട്ട് ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ രണ്ടാൾ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് നിങ്ങൾ റെഡി ആയിട്ടില്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനും സിയും കൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ വീഡിയോ എടുക്കുന്നത് സിയു ബേബിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അവൻ എൻ്റെ തലക്കിട്ട് ഇങ്ങനെ കൊട്ടാണ്. പകൽ എവിടേക്കെങ്കിലുമൊക്കെ പോണേക്കാളൊക്കെ എനിക്കിഷ്ടം രാത്രി പോണതാണ്. കാരണം നല്ല ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കോട്ടക്കുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ വന്നെത്തിയത് എക്സ്പോയിലാണ്. ഇത് പുറത്തുനിന്ന് കാണുമ്പോഴും ഉള്ളിലേക്ക് കയറുമ്പോഴൊക്കെ ഒരു വിമാന സെറ്റപ്പ് കൊണ്ടുവരാനാണ് ഇവർ നോക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു. റിയാസാക്കിയും ഷാസ്മോനും കൂടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഞാനും സിയു ബേബിയും കൂടി ആരും കാണാതെ വീഡിയോ എടുക്കുകയാണ്. ഇത് കാണാനും ഉള്ളിലെ ശബ്ദവും ഒക്കെ വിമാനത്തിനെ പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ സീറ്റ്സൊക്കെ ഇവർ ബസ്സിൻ്റെയാണ് കൊണ്ടുവന്ന് വെച്ചതെന്ന് തോന്നുന്നുണ്ട്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കാട്ടിൽ കയറിയിട്ടുണ്ട്. കാട്ടിലും ഫുള്ള് ലൈറ്റാണ് ഇവരുടെ മെയിൻ. നമ്മുടെ സിയു ബേബി ആകെ അതിശയിച്ച് നോക്കുകയാണ്. ആൾക്കിത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. ആനൻ്റെ ഒക്കെ അനക്കം കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവും. ഷാസുട്ടന് നല്ല ഇഷ്ടമായിരുന്നു. ആദ്യം ഒറിജിനലാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് ആനയൊക്കെ കണ്ടപ്പോൾ. പറയാൻ വിട്ടുപോയ രണ്ടാൾക്കാരും കൂടി ഉണ്ട്. നമ്മൾ അവതാർ സിനിമയിലെ പോലത്തെ രണ്ടാളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള മീനുകൾ, പക്ഷികൾ, പാമ്പ്, മുള്ളമ്പന്നി, തത്ത, ഇഗ്വാന, അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി ഇതിലുണ്ടായിരുന്നു. നമ്മുടെ ഷാസുട്ടന് ഇഗ്വാനെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയുണ്ടായിരുന്നു. ഓന് മീനുകളൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മീനിനൊക്കെ നല്ല താല്പര്യത്തിൽ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ടാങ്കിനുള്ളിലൊരു വലിയ മീൻ ഉണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ ഷാസ്മോൻ 2 പ്രാവശ്യം കൈയൊക്കെ കൊട്ടി. നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇതുപോലെ തൊപ്പി, ഗ്ലാസ്സസ്, ബെൽറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉള്ള ഒരു സ്റ്റാളായിരുന്നു. ഒത്തിരി ഭംഗിയുള്ള ഗ്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സിയു ബേബിക്ക് ഒരു തൊപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. തൊപ്പി ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുക. അതുകൊണ്ട് ഞാനത് എടുത്തില്ല, അവിടെ തന്നെ വെച്ചു. പിന്നെ കുറേ മോതിരങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഉണ്ടായിരുന്നില്ലേ, ഒരു ചിരട്ട മോതിരം ഇങ്ങനെ പേര് എഴുതിക്കണ ആ ഒരു ഐറ്റം ഞാൻ കണ്ടിട്ട് കുറേ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ചീപ്പ്, പലതരത്തിലുള്ള പെന്ന്, പെൻസില്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു കട ഉണ്ടായിരുന്നു. മുമ്പേ പോയ 2 ആൾക്കാരുണ്ടായിരുന്നു. ഓരിങ്ങനെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുപോകാൻ വരികയാണെന്ന്. അല്ല, ഇവിടെ ഒരു മുട്ടായി കട ഉണ്ട്, അങ്ങോട്ടാണ് അവർ രണ്ടാളും കൂടി വന്നത്. ഷാസുട്ടന് മുട്ടായിക്ക് മേടിച്ചു. പിന്നെ എന്തൊക്കെ പച്ചമരുന്ന് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയില്ല. കാരണം ഇവർ ഫ്രണ്ടിൽ പെട്ടെന്ന് നടന്ന് പോകണം. ഞാൻ ഓരോ കൂടെ എത്തണില്ല. അതുകൊണ്ട് പിന്നെ ഓരോ കൂടെ എത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ സ്പീഡ് നടക്കുകയാണ്. പിന്നെ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളൊരു കട എത്തി. അതെത്തിയപ്പോൾ ഓരോ സ്പീഡ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറഞ്ഞതല്ല, അത് ഷാസ്മോൻ കുറച്ചതാണ്. പിന്നെ നമ്മുടെ ഷാസുട്ടന് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോണ വഴി നാളെ പിടിച്ച് അങ്ങോട്ടാണ് വലിക്കും. പിന്നെ അവന് കാറ് കണ്ടപ്പോൾ അങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. ആയി കയറണം എന്ന് പറഞ്ഞ് ആ കാറ് മൂവായി തുടങ്ങി. അപ്പോൾ നമ്മളെ സിയു ബേബിക്കോ അതിൽ കയറണം. ഓന് ഷാസുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചാടുകയാണ് അത് കയറാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കറക്കൊക്കെ നിന്നു. അപ്പം നമ്മൾ ഷാസ്മോന് ആ കാറിൽ നിന്ന് ഇറങ്ങാനുള്ള കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റേസൊക്കെ പോയിട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ മരണക്കിണർ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലതാണ് തോന്നുന്നുണ്ട്. നമ്മൾ കയറിയൊന്നും നോക്കിയിട്ടില്ല. പിന്നെ നല്ലതാണ് തോന്നാൻ കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്കേ പോയിട്ടില്ല. അതിൻ്റെ അടുത്ത് സ്പീക്കർ വെച്ചിട്ട് ഭയങ്കര ശബ്ദമായിരുന്നു. നമ്മളെ സിയു ബേബി കാഴ്ചകളിൽ ലയിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആളുണ്ടെന്ന് തന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരുത്ത ഇവിടെ കാര്യമായിട്ട് നിന്ന് കുലുക്കി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഓൻ അത്ര ഒരു എനർജി പോരാ. നമ്മൾ ഷാസുട്ടനോട് വേണോ ചോദിച്ചപ്പോൾ ഷാസുട്ടൻ ഇത് വേണ്ട. പിന്നെ ഓന് ചോളപ്പൊരി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സിയു ബേബിനെ കൈ കൊണ്ട് തട്ടി വിളിച്ചിട്ടൊന്നും ആൾ നമ്മളെ മൈൻഡ് ചെയ്യണില്ല. ആളുടെ ശ്രദ്ധയും നോട്ടൊക്കെ വേറെ എടുക്കോ ആണ്. ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. നമ്മുടെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കണില്ല. വള, മാല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു.
ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോൾ ഇതാണ്. ഇതിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്, വോൾട്ടേക്കർ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ സ്റ്റോള് അറേഞ്ച് ചെയ്ത രീതി അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നമ്മുടെ ഷാസുമോൻ എന്തോ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് കരയാണ്. അതെന്താന്ന് കറക്റ്റ് ഓന് പറഞ്ഞു തരാനും കഴിയുന്നില്ല, നമുക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പോൾ ഓൻ എന്തോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കൊണ്ടുപോവാണ്. നമ്മൾ തിരിച്ചിറങ്ങുന്നതിന് മുമ്പേ ആ മൃഗങ്ങളെയൊക്കെ ഒന്നുകൂടി കാണുകയാണ്. നമ്മുടെ ഷാസുവിന് എന്തൊക്കെ ഡൗട്ടൊക്കെ ഉണ്ട്, അതൊക്കെ റിയാസൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൾ മിഠായിയൊക്കെ പൊട്ടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഠായിയൊക്കെ കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കയറിയോടത്ത് തന്നെ ഇപ്പം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ കുറേ സീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സീറ്റിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. ഷാസുട്ട മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓനൊന്ന് എൻ്റെ വായിക്കും തന്നു. നമ്മളെ സിയോ ബേബിയൊക്കെ വിമാനം ഇപ്പോൾ പറക്കുന്ന കരുതിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോരുമ്പോൾ സിയോ ബേബി ആരോടെ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കൈ കൊണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എക്സ്പോൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ്. നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ചുറ്റി തിരിയാനൊന്നും നിൽക്കാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഷാസ്മോൻ ഞാൻ കൊണ്ടുപോയിക്കോളാം സാധനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ തന്നെയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയത്. നമ്മുടെ ഷാസുവിന് നമ്മളൊരു കളറിങ് ബുക്കും കളറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളത് ബില്ല് ചെയ്യാനുള്ള സാവകാശമൊന്നുമില്ല, അത് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബില്ല് ചെയ്ത ഉടനെ തന്നെ അത് കയ്യിലെടുക്കുന്നുണ്ട്, കവറിലൊന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.